എനിക്ക് പാരന്റ്സിനോടും പറയാനുള്ളത്, ആ 1 hour കോളിൽ നിങ്ങൾ സ്റ്റുഡൻസിനെ അത്രയും പ്രഷർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡിറ്റോക്സ്, എ പ്ലാറ്റ്ഫോം വെയർ വി ടോക്ക് അബൌട്ട് വാട്ട് ട്രൂലി മാറ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരിയെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളിക്കാരി കെ വിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം പാലയിൽ പോയി റിപ്പീറ്റ് ചെയ്തു. അവിടെ ഒത്തിരി സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതുപോലെ തന്നെ അത്രത്തോളം ഹാർഡ് വർക്കിലൂടെ IIT ബോംബെയിൽ കിട്ടി. അവിടെ അതും മെക്കാനിക്കൽ എഞ്ചിനീയർ, വൺ ഓഫ് ദ ബെസ്റ്റ് IITs ഇൻ ഇന്ത്യ ആണ് ബോംബെ. സോ അവിടെ 4 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ റിസർച്ചറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരിയെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാമും പിന്നെ ഒത്തിരി ഹെൽപ്ഫുൾ. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചിരുന്നാലും പുള്ളിക്കാരി സമയം കണ്ടെത്തി, ഓക്കെ ഞാൻ ഈ സമയത്ത് ഞാൻ ആ ടൈം കണ്ടെത്തി വരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേരെ സഹായിക്കുകയും ആ ഒരു കരിയറിൽ സ്വയം മാത്രമല്ല ആ കൂടെ ഉള്ളവരെ ഒരുമിച്ച് എങ്ങനെ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എത്രത്തോളം അക്കാഡമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സിൽ തന്നെ ബാഡ്മിൻ്റൺ, സ്വിമ്മിങ്, അതുപോലെ തന്നെ ഡാൻസറാണ്. അങ്ങനെ ഒത്തിരി എന്താ പറയുക, മൾട്ടി സ്കിൽസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്തായാലും നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പാലയിൽ പോയി ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവരും അവിടുത്തെ ജേർണി എങ്ങനെയാണ് എത്രത്തോളം നിങ്ങൾക്ക് IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രത്തോളം ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പാലയിൽ എങ്ങനെയാണ് അവിടെ ഒരു എൻവയോൺമെൻറ്റും അവിടുത്തെ പഠിത്ത കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ സ്ട്രഗിൾസ് ആണ്, അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് നിങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് വഴി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, വെൽക്കം രാജശ്രീ. ഏതായാലും ഡിറ്റോക്സിലേക്ക് ഏതായാലും സ്വാഗതം. അപ്പോ നമ്മളെ താങ്ക് യു. കേരളത്തിൽ നിന്ന് ഇപ്പോ IIT ബോംബെയിൽ പഠിച്ചു. ഇപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ജോബ് ഓഫർ ഒക്കെ കിട്ടി. ഇപ്പൊ വർക്കിങ്ങിലാണല്ലേ? അതെ അതെ, JSWSTയിൽ റിസർച്ചറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ പണ്ട് തൊട്ടേ സയൻസും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു, അതല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ 10 കഴിഞ്ഞിട്ട് ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? സയൻസിനോട് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഉം. നയൻത്തിൽ എന്നൊക്കെ സ്റ്റേജില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നയൻത്തിന്റെ സമയത്ത് ആ സയൻസ് എന്ന വിഷയത്തിലോട്ട്. പക്ഷെ അത് വലിയ കാര്യമായിരുന്നില്ല. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ചെറുപ്പത്തൊന്നായിരുന്നു, പിന്നെ മാറും. പക്ഷെ എന്റെ മെയിൻ സബ്ജക്ട് എനിക്ക് മാത്സ് ആയിരുന്നു. മാത്സിനോടുള്ള എനിക്ക് ഇഷ്ടം ചെറുപ്പം മുതലേ ഉള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിലൂടെ ഞാൻ വന്നതായിരുന്നു. IIT എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പൊ അവിടെ അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആണെന്നും ഇങ്ങനെ എൻട്രൻസ് ഉണ്ട് അതിന്, അത് ആ പഠിക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും എന്താണ് ശരിക്കും വേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. എനിക്ക് 12 വരെയും ഐഡിയ ഉണ്ടായിട്ടില്ല. നമ്മൾ ആ ഉം. 11th 12th സിലബസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിരുന്നില്ല അത്രയും. ബിക്കോസ് ആ ഒരു കറക്റ്റ് ഗൈഡൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് നമ്മൾ റിപ്പീറ്റ് ചെയ്തായിരുന്നു. 1 year റിപ്പീറ്റ് ചെയ്തു ഞാൻ. റിപ്പീറ്റിന്റെ സമയത്ത് പാലാ ബ്രില്യന്റ് കോട്ടയത്ത് അവിടെയായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1 year. പിന്നെ റിപ്പീറ്റ് ജേർണിയിലും പറയുമ്പം കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. പിന്നെ ആ ഒരു ടൈമിലാണ് കുറച്ചുകൂടെ എന്താ പറയാ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയത്. എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ സമയമായിരുന്നു അത്. ആദ്യം കുറെ കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു 11th 12th. പക്ഷെ എന്നാലും ആ ഒരു ഡെപ്ത് വന്നത് റിപ്പീറ്റിന്റെ സമയത്ത് കുറച്ചുകൂടെ എനിക്ക് ആ ഒരു ഓറിയന്റഡ് ആയി പഠിക്കാൻ പറ്റിയായിരുന്നു. കുറച്ചുകൂടെ ഓറിയന്റഡ് ആയിട്ട് ഞാൻ മെയിൻസിനും അഡ്വാൻസിനും വേണ്ടി പഠിച്ചത് അപ്പോഴായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലൂടെ ആ അഡ്വാൻസ് എഴുതി. അങ്ങനെയാണ് IIT വന്നത്. ചെറുപ്പം മുതലേ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന കാര്യം ഞാൻ അങ്ങ് ചെയ്യും. എനിക്കിപ്പോ പഠിക്കുന്ന സമയത്താണെങ്കിൽ പഠിത്തത്തിനോട് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആക്ടിവിറ്റീസ് ഉണ്ടാകും. സ്കൂളിലാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടാകും. അതിനൊക്കെ പൊതുവെ നിൽക്കാറുണ്ടായിരുന്നു. എന്റെ പാരന്റ്സ് അതിന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതിനൊക്കെ നിൽക്കും. അപ്പൊ എന്താണോ ഇൻട്രസ്റ്റ് തോന്നാറ് അതങ്ങ് നേരെ ചെയ്യലായിരുന്നു. ഇപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ പറയും സുഡോക്കു അറിയോ? സുഡോക്കു ഉം. അങ്ങനത്തെ ഉം. കാൽക്കുലേഷൻസ് ഒക്കെ അതെനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു. പണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങിയത് ഒരു നോക്കിയ ഫോണിലുള്ള സുഡോക്കുവിലായിരുന്നു. അമ്മയുടെ ഉം. ഫോണിൽ ആകെ ഒരു സ്നേക്ക് ആൻഡ് ലാഡറും മറ്റേ സ്നേക്കിന്റെ ഗെയിമില്ലേ, അതും ഒരു ഉം. സുഡോക്കു ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് സുഡോക്കു വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒളിമ്പ്യാഡ്സ് ഒക്കെ അമ്മ പറയാറുണ്ടായിരുന്നു, എഴുതിക്കോ, ചുമ്മാ പ്രിപ്പയർഡ് അല്ലെങ്കിലും 4th 5th ഒക്കെ ഇങ്ങനെ ഒളിമ്പ്യാഡ്സ് ഉണ്ടാവാറില്ലേ, ഉം. അതൊക്കെ ഉണ്ടാവുന്ന സമയത്തും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊന്നല്ല പോക്കുണ്ടായിരുന്നത്. ആ ടൈപ്പിൽ ഉം. ചുമ്മാ ആ പേപ്പർ എഴുതും. 3 hours പേപ്പർ ആണ്. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും.
അപ്പം കുറച്ചുകൂടെ നമുക്ക് ഇൻട്രോഗിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ. നമ്മൾ പൊതുവെ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് നമ്മളെ തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതൊക്കെ. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നേരത്ത് ഞാൻ പൊതുവെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിനോട് ഒരു ഇതുണ്ടാവും. പക്ഷെ ആ ഒരു 3 hours ടൈമിൽ തന്നെ എത്രത്തോളം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എപ്പോഴും. അപ്പൊ അതെനിക്ക് ഒരു ഇൻട്രസ്റ്റ് അതിനോട് വരുത്തിയായിരുന്നു. നമ്മളിപ്പം ഒരു കുറച്ചുകൂടെ ലോജിക്കൽ ഇമാജിനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനകത്ത്. ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ഇമാജിനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ഡൈസ് റോൾ ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ ഒരു ബോക്സ് ഡൈസിന്റെ ഷേപ്പിൽ ഇപ്പൊ ഒരു ഫിഗേർഡിലാണ് ഉണ്ടാവുന്നത്, അതിപ്പോ ഉം. എങ്ങനെ ക്ലോസ് ചെയ്താലാണ് ഈ ടൈപ്പ് ഓഫ് ഡൈ ഉണ്ടാവുന്നത് ഒക്കെ ഉം. പറയുമ്പോൾ ഒരു ഇമാജിനേറ്റീവ് ക്വസ്റ്റ്യൻസ് അതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് മാത്സിനോടും ലൈക്ക് പിന്നെ അവിടെ നിന്ന് കാൽക്കുലേഷൻ, പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ പല കാര്യങ്ങളോടും ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഈ മാത്സ് സബ്ജക്ട് ഇത്രയും ഓക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? സ്കൂളിലുമായിരുന്നാലും പല ഇതിനും അതെ. സ്പോർട്സിനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്നു? ഓക്കെ, ഞാനിപ്പം എന്റെ പറയുമ്പോ ഒരു 9th വരെയുള്ള ജേർണിയിൽ പൊതുവെ ഞാൻ എന്താ പറയാ സ്കൂൾ സബ്ജക്ട്സ് ഒക്കെ ക്ലാസ്സിൽ തന്നെയാണ് ശ്രദ്ധിക്കാറ് കൂടുതലും. ഞാൻ ഉം. ക്ലാസ്സിൽ ഇപ്പൊ ഏത് സബ്ജക്ട് ആണെങ്കിലും എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അത് എന്തായാലും ക്ലിയർ ആക്കും. ഉം. എനിക്ക് പൊതുവെ ആ മനസ്സിലാക്കാതെയുള്ള പഠനം ഉണ്ടായിട്ടില്ല ആ സമയത്തോളം. എങ്ങനെയാണോ ഉം. ടീച്ചർ പറയുന്നത് എനിക്ക് അപ്പൊ മനസ്സിലായില്ലെങ്കിൽ അതെനിക്ക് എന്തോ ഒരു ഇതാണ്. ആ സമയത്ത് എനിക്ക് അതെന്തുകൊണ്ടാന്നുള്ള രീതിയിലുള്ള ക്യൂരിയോസിറ്റി കാരണമാണോ എന്നറിയില്ല. പക്ഷെ ടീച്ചർ പൊതുവെ പറയുന്ന ഏത് കാര്യമാണെങ്കിലും ഫുള്ളായി ശ്രദ്ധിച്ചിട്ട് അവരോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അതിലൂടെ എനിക്ക് കൺസെപ്റ്റ്സ് അതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എന്റെ ഒരു വിശ്വാസം പൊതുവെ. അപ്പൊ ആ ബേസിക് കൺസെപ്റ്റ്സ് ജസ്റ്റ് സ്ലോ ആയിട്ട് തന്നെ എനിക്ക് ഡെവലപ്പ് ആയത്. അപ്പം ഉം. ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ അധികമായിട്ട് പഠിക്കേണ്ടി വരാറുണ്ടായിട്ടില്ല. ഒരു 9th വരെയൊക്കെ ഫുള്ളായിട്ട് മെയിൻ ആയിട്ട് സ്കൂളിൽ തരുന്ന ഹോംവർക്സും അങ്ങനെ കാര്യങ്ങളാ കൂടുതലും ചെയ്യാറുണ്ടായിരുന്നത്. അത് വന്നപാടെ കുറച്ചു നേരം ചെയ്യും, പിന്നെ കളിക്കാൻ പോകും, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഡിബേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ വല്ല എന്ത് കോമ്പറ്റീഷൻ പൊതുവെ ആ സമയത്ത് വരുന്ന മിക്ക കോമ്പറ്റീഷനിലും ഞാൻ കയറി നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ കോമ്പറ്റീഷൻ ആണ് ഈവനിങ് ടൈം ഒക്കെ എന്റെ പോവാറ് അതിനുള്ള പ്രിപ്പറേഷനും. അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊക്കെ അപ്പൊ അത് ആ സമയത്ത് ചെയ്യാം. അങ്ങനെ ആക്ടിവിറ്റീസിനോട് ഫുള്ളായിട്ട് ഇൻവോൾവ് ആവുന്ന ടൈപ്പായിരുന്നു ഞാൻ. ഡാൻസ് ആണെങ്കിൽ ഡാൻസ് ഉം. എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിലങ്ങ് ഇൻവോൾവ് ആകും. സ്കൂളിലെ സബ്ജക്ട് ക്ലാസ് ഒക്കെ മെയിൻലി ആ സമയത്ത് ശ്രദ്ധിച്ചിട്ട് പിന്നെ അതിനുള്ള ഹോംവർക്സ് ഒക്കെ ചെയ്യുക. എന്നിട്ട് പിന്നെ മാത്സ് ഒക്കെ പറയുമ്പം എക്സാമിന്റെ സമയത്തുള്ള ടൈം ഉണ്ടാവില്ലേ, ആ ഒരു ഉം. ഹാഫ് ഇയർലി ആണെങ്കിലോ നമ്മുടെ യൂണിറ്റ് എക്സാംസ് വരുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് ഫുൾ സിലബസ് തീർത്തിട്ടേ ഞാൻ ആ സമയത്ത് എക്സാമിന് പോക്കുണ്ടായിട്ടുള്ളൂ. അപ്പൊ ഉം. അതിലെല്ലാം ക്വസ്റ്റ്യൻസിനെ സ്വന്തം ചെയ്ത് തന്നെ പഠിക്കാറ് ആ സമയത്ത്. ആ ബേസിക് കൺസെപ്റ്റ് ഫുൾ എല്ലാം സ്വന്തമായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കും. ആദ്യം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് സ്വന്തം സോൾവ് ചെയ്യും, പിന്നെ അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ പിന്നെ നോക്കിയിട്ടുള്ളൂ. അത് ഞാൻ ചെയ്യുന്ന വഴി കറക്റ്റ് ആണോ എന്ന് പിന്നെ ആ ഒരു പഠിപ്പിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന വഴി ശരിയാണോ എന്ന് നോക്കും. അങ്ങനെയായിരുന്നു പൊതുവെ ആ ഒരു ഇതുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്കൂൾ പിന്നെ ജീവിതം. നയൻ ഉം. ആ. പിന്നെ 9th കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ അതിനോട് നമുക്ക് ഡെയിലി കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരും. ബിക്കോസ് കൺസെപ്റ്റ് വേരിയേഷൻ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ചും കൂടെ എഫേർട്ട് നമ്മൾ എക്സ്ട്രാ പ്രാക്ടീസ് കൊടുക്കേണ്ടി വന്നതൊക്കെ മാത്സിനായാലും ഫിസിക്സിനായാലും ഒക്കെ എക്സ്ട്രാ പ്രാക്ടീസ് 9th തൊട്ട് കുറച്ചും കൂടെ ചെയ്യേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉം. കമ്പാരിറ്റീവ്ലി. പിന്നെ 11th 12th ആകുമ്പോൾ കുറച്ചും കൂടെ സ്റ്റഡീസ് ഫോക്കസ്ഡ് ആയി. ഉം. ഈ ആ ഒരു ഇത് കുറച്ച് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്ന ഒരു പാറ്റേൺ ആയിരുന്നു ആക്ടിവിറ്റീസും സ്റ്റഡീസിന്റെ ആ ഒരു ബാലൻസ് എന്ന് പറയുമ്പോൾ. ഉം. ആ ഒരു സ്കൂൾ ലൈഫിലായിരുന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ പണ്ട് ഇപ്പൊ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയിരുന്നപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഈ പഠിക്കുന്ന 3 4 5 പിള്ളേർ കാണുമല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഇവര് വന്ന് പഠിത്തം മാത്രമായിരിക്കും. അവര് കൂടുതൽ അങ്ങനെ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഫ്രണ്ട്സ് എല്ലാവരും അവരെ എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു തുടങ്ങും. എന്ത് പുസ്തക പുഴു, അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ നിനക്ക് എത്ര മാർക്കോ, നീ അല്ലെങ്കിലും പുസ്തകം എടുത്തപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ചിലർക്ക് തോന്നും ഇത്രയും പഠിക്കണമെന്ന് തന്നെ ചിലർ അങ്ങനെ മാർക്ക് പറയത്തില്ല. അതുകൊണ്ട് അവർക്ക് പേടിയായിരിക്കും. പിള്ളേര് കളിയാക്കത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും. എന്നാൽ വീട്ടിലാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ അല്ലാണ്ട് പാരന്റ്സ് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നല്ല കുട്ടി. ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കത്തില്ല.
ഇപ്പൊ നല്ല മാർക്ക് കിട്ടുന്നെങ്കിൽ ഓക്കെ, നീ നല്ല കുട്ടിയാണ്, സമൂഹത്തിന്റെ മുന്നിൽ ഓക്കെ, നീ ഒരു ഗുഡ് സ്റ്റുഡന്റ്. അപ്പൊ ഇതിനെ എങ്ങനെയാ ലൈക്ക് കാണുന്നത് ഈ ഒരു സാധനത്തിന്? കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പൊ ചേച്ചിക്ക് എങ്ങനെയാ ഫ്രണ്ട്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു സ്കൂൾ ടൈമിൽ, അവരെങ്ങനെയാ ചേച്ചി ട്രീറ്റ് ചെയ്തത്? ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാനും എഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. ലൈക്ക് നമ്മൾ ആ ഒരു ഡെവലപ്പിംഗ് ഏജ് ആണ്, നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ല ഉം. എന്താണ് ശരി എന്താണ് തെറ്റ്. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഫുൾ ടൈം പഠിക്കുന്നോണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളങ്ങ് ഡൗട്ട് ചെയ്യും. നമ്മളങ്ങ് കോൺഷ്യസ് ആവും കുറച്ചും കൂടി. ഇനി ആൾക്കാരെ മുമ്പിൽ പഠിക്കാൻ പറ്റുമോ, അവരിനി ഉം. കാണൂലേ നമ്മൾ പഠിക്കുന്നത്, അപ്പം വേണോ വേണ്ടയോ, അങ്ങനെ പല ഡൗട്ട്സ് വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ അങ്ങനെ ചിലവർ അത് കയറി ഉഴപ്പും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടാവും. മനഃപൂർവ്വം ഞാൻ കുറെ ബോയ്സിനെ കണ്ടിട്ടുണ്ട്. അവര് നന്നായി പഠിക്കുന്ന പിള്ളേരായിരിക്കും, പക്ഷെ ഗ്യാങ്ങിൽ ഒരു കൂൾ വൈബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിരിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് കുട്ടികൾക്ക് പാരന്റ്സ് ആക്ച്വലി കൊടുക്കേണ്ട ഒരു സപ്പോർട്ടും കൂടിയാണ്. അവരുടെ ഇഷ്ടങ്ങൾ പെർസ്യൂ ചെയ്യണം ആ ഒരു ടൈമിൽ. സ്പോർട്സ് ആയാലും ആക്ടിവിറ്റീസ് ആയാലും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ ആവശ്യമുള്ള സംഭവമാണ്. ചെറുപ്പം മുതലേ ഫുൾ ടൈം പഠിത്തമായാൽ അത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കത്തില്ല. പിന്നെ അതൊരു റോട്ട് ലേണിംഗ് ആകും, നമ്മൾ മൊത്തം ബൈ ഹാർട്ടിങ് ടൈപ്പായി മാറും. പക്ഷെ ഉം. അത് നമ്മളെ ലോങ് റണ്ണിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. നമ്മളെ ജോബ് ലൈഫിലോട്ട് വരുമ്പോഴും ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നമ്മൾ അതാണ് കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് ആക്ടിവിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഉം. സ്റ്റഡീസിന് ഒരിക്കലും നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റിയായി കാണരുത്. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും സ്റ്റഡീസ് ആയിരിക്കണം. ബിക്കോസ് കരിയർ ഡെവലപ്മെന്റിന് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിടരുത്. ബിക്കോസ് നമ്മൾ എങ്ങനെയാണോ നമുക്ക് നമ്മളെ ബോഡിക്ക് ഭക്ഷണം ആവശ്യം, അതേപോലെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും ആവശ്യമാണ് നമുക്ക്. ആ ഒരു സാധനം നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ബൂസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. നമ്മളിപ്പോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതെ. നമ്മൾ പഠിത്തത്തിനേക്കാളും നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് വീണ്ടും വന്നിരിക്കുമ്പോൾ ചിലർ വിചാരിക്കും അത് നമ്മളെ ഡ്രെയിൻ ചെയ്യണം. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ഒരു തരത്തിൽ ബൂസ്റ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് എത്രത്തോളം പഠിത്തത്തിനെ സഹായിച്ചു, അതെ. ഈ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് എത്രത്തോളം രാജശ്രീക്ക് പഠിത്തത്തിനെ സഹായിച്ചു? എനിക്ക് തോന്നുന്നു എന്റെ പഠിക്കുന്ന സമയം വളരെ കുറഞ്ഞു. ബേസിക്കലി എനിക്ക് ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ ഉം. എന്തൊരു കാര്യമാണെങ്കിലും ഒരു പ്രൊഡക്റ്റീവ്നെസ് ആണ് എന്റെ മെയിൻ കാര്യം. അപ്പോൾ 1 അവർ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ 1 അവർ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനാണ് പൊതുവെ താല്പര്യം. ഞാൻ ആ ഉം. 1 അവറിൽ എത്ര സോൾവ് ചെയ്തു എന്നോ അങ്ങനെയാണ് ഞാൻ പൊതുവെ എപ്പോഴാണേലും ശ്രമിക്കാറ്. ഫുൾ ടൈം ഉം. ഇരുന്നിട്ട് നമ്മൾ കാര്യമില്ല. ഉം. നമ്മൾ നമ്മളെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാഫ് മതിയായിരിക്കും ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ. പക്ഷെ നമ്മൾ അതേ കൺസെപ്റ്റ് ഇരുന്ന് 2-3 മണിക്കൂർ നോക്കിക്കൊണ്ടിരുന്നോണ്ടിരുന്നാല് അത് കണ്ട് കാര്യമില്ല. ആ ഒരു ഷാർപ്നെസ് വരത്തില്ല നമുക്ക്. ഉം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെ പോയി അല്ലേ, നമ്മള് പാലയില് ഒരു വർഷം. അതെ. എനിക്ക് തോന്നുന്നു ഒരു ഒത്തിരി വർഷം. പേര്, ഒത്തിരി പാരന്റ്സ് മക്കളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ പാലയിൽ പോ. ഒത്തിരി പേര് ക്വിറ്റ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർക്ക് അഡ്മിഷനും കിട്ടുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്, നീറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർ നല്ല നല്ല നിലകളിൽ എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കാരണം ഒത്തിരി പേര്, കാരണം ഇനി കുറെ പിള്ളേർ ഇനിയിപ്പം +2 കഴിഞ്ഞിട്ട് ഇനി അടുത്ത പാലയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരടുത്ത് പറയാനായിട്ട് എന്താ, എങ്ങനെയായിരുന്നു ആ ഒരു പാലയിൽ തുടക്കം രാവിലെ തൊട്ട്? അല്ലെങ്കിൽ കാരണം നമുക്കൊരു ക്ലാരിറ്റി ഇല്ലല്ലോ, കാരണം ഈ എനിക്ക് തോന്നുന്നു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണതായിരുന്നാലും ഏതൊരു എക്സാമിനാലും നമുക്ക് ക്ലാരിറ്റി ഇല്ല, നമ്മൾ പാസ്സാവോ, അടുത്ത വർഷം നമുക്ക് അഡ്മിഷൻ ആവോ ഇല്ലയോ. ആ ഒരു മെന്റൽ പ്രഷർ എന്തായാലും ഉണ്ട്. പിന്നെ രണ്ടാമത് പാരന്റ്സിന്റെ ഒരു പ്രഷർ കാരണം, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, അവർ, പിന്നെ ഒരു സൊസൈറ്റൽ പ്രഷർ കാരണം കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, നമുക്ക് സാധാരണ ഇനി ഒരു ഡിഗ്രി എടുത്ത് പഠിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പൊ ഒത്തിരി പ്രഷേഴ്സ് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവിടെ ഒത്തിരി പിള്ളേർ വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ആ ഒരു പാലാ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്ച്വലി ഫുൾ ഓഫ് ടെൻഷൻ ആയിരുന്നു. ആ ഒരു ഫേസ് ആണ് ഞാൻ കൂടുതലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതും എന്റെ മെയിൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നതും പറയാവുന്ന ഒരു ഫേസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാം ബേസിക്കലി ഞാൻ പൊതുവെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ആ ആക്ടിവിറ്റീസ് എല്ലാം വിട്ടിട്ടാണ് അവിടെ ഒരു 1 ഇയർ ഫാമിലിയിൽ നിന്ന് ദൂരെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫുള്ളായി ദൂരെ നിൽക്കുന്നു. ആൻഡ് ഒരു പ്രഷർ അറ്റ്മോസ്ഫിയറും ഫുള്ളായിട്ട്. പ്രഷർ എന്ന് പറയുമ്പോൾ കുറെയൊക്കെ നമ്മൾ സെൽഫ് കൊടുക്കുന്ന പ്രഷറാണ്. ബാക്കി അവിടെ സാർമാർ അത്രയും പ്രഷറൊന്നും ഇല്ല. ബട്ട് ഫുൾ ടൈം എക്സാംസിനെ കുറിച്ചും കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും കൂടി ആ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന നമുക്കുള്ള ഒരു പ്രഷറും കൂടിയാണ് കൂടുതലും അവിടെ നമുക്ക് എഫക്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര പ്രഷർ എടുക്കുന്നു അത് നമ്മൾ അത്രയും എഫക്ട് ചെയ്യും. ആ ഒരു ടൈപ്പാണ്. പക്ഷെ ആ 1 ഇയർ എന്ന് പറയുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് കുറെ ഉണ്ടാകും. നമ്മൾ ഒരു പേപ്പർ എഴുതും, ആ എക്സാമിൽ ചിലപ്പോൾ നമ്മൾ ഈ പോർഷൻ പഠിച്ചതിന് എക്സാം നമുക്ക് നല്ല മാർക്കായിരിക്കും, അടുത്ത എക്സാമിൽ നമുക്ക് കുറച്ച് കുറയും. സോ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസും അവിടെ കുറെ നമ്മൾ അനുഭവിക്കും.
അപ്പം കുറെ സെൽഫ് ഡൗട്ട് വരും അവിടെ. സെൽഫ് ഡൗട്ടിൽ നമ്മൾ കിട്ടുവോ ഇല്ലയോ, എന്താ സംഭവിക്കുക, നമ്മൾ വിചാരിക്കുന്ന അത്രയും പെർഫോം ചെയ്യാൻ പറ്റുമോ, എന്താ നമുക്ക് ഒന്നും ഇല്ലാണ്ടാവോ, ഒരു ടെൻഷൻ വന്ന ഉം. ആകെ ഒരു ദിവസത്തെ എക്സാം ആണ്, ആ എക്സാമിന് എന്താ സംഭവിക്കുക എന്നുള്ള ക്യൂരിയോസിറ്റി. പക്ഷെ ഈ ഡൗട്ട്സും ഈ പ്രഷറും ഒക്കെ നമ്മൾ ആക്ച്വലി മാറ്റി വെക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ശ്രമിക്കണം. ബിക്കോസ് ആ ഒരു 1 ഇയർ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഉം. നമ്മൾ ആ ഒരു ഫുൾ എഫേർട്സ് എന്തായിരുന്നു ആ ഒരു റിപ്പീറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബാച്ചിനാണോ നെക്സ്റ്റ് കുട്ടികൾ പോകാൻ ശ്രമിക്കുന്നത് അതിന് നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിനുള്ളതായ ഒരു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല. പാരന്റ്സിനാണെങ്കിലും അത് അവരെ ഇഷ്ടത്തിനായിരിക്കണം സ്റ്റുഡൻസിനെ വിടേണ്ടത്. ബിക്കോസ് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അവർക്കത് പെർസ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് പെർസ്യൂ ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റും ഉണ്ടാവത്തുള്ളൂ. അതല്ലാണ്ട് ആ ഒരു പ്രഷർ ഫീലിൽ അവരത് അങ്ങ് ഡ്രോൺ ആയി പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ഡൗട്ട്സ് വരുമ്പോൾ അത്ര നിങ്ങളെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ കുറച്ചുകൂടെ പാടായി മാറും. സോ എത്രയോ പറ്റുന്നു അത്രയും നമ്മൾ സ്വന്തം ശ്രമിക്കുക, അവിടെ പോവുക, എഫേർട്ട് ചെയ്യുക, അതൊക്കെ പറ്റത്തുള്ളൂ. ആൾക്കാർക്ക് ഇങ്ങനെ നല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ ലൈഫ് ആണോ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാ? ഫ്രണ്ട്ഷിപ്പ് അവിടെ ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, എല്ലാവർക്കും ഒരുപോലെ അല്ല. നമുക്ക് ചിലവർക്ക് നല്ല ഫ്രണ്ട്സ് കിട്ടും. എനിക്ക് നല്ല ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഉം. അതേപോലെ എപ്പോഴും എല്ലാവർക്കും ആവണമെന്നില്ല. കൈൻഡ് ഓഫ് കുറെ പേര് ഐസൊലേറ്റഡ് ആയി ഫീൽ ചെയ്യാറുണ്ട് അവിടെ പോയിട്ട്. കുറച്ചു ഉം. പേർക്ക് ലോങ് ടേം ഫ്രണ്ട്ഷിപ്പും കിട്ടും അവിടുന്ന്. അപ്പൊ അതൊക്കെ ഉം. ഒരു കൈൻഡ് ഓഫ് ഒരു ഡിപെൻഡന്റ് ഫാക്ടർ ആണ്, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ബട്ട് മോറോലെസ് അവിടെ നമ്മൾ നമ്മളെ ജേർണിയിൽ ഒറ്റയ്ക്കാണ് ശരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ഉം. പോകുമ്പോൾ. ബട്ട് ആ ഒറ്റയ്ക്കുള്ള ജേർണിയിലും നമ്മളെപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നമ്മളെ പാരന്റ്സിനാണ്. ഇടയ്ക്ക് ആ ഉം. ഈവനിങ് ടൈമിനാകെ 1 അവർ കോളൊക്കെയാണ് അനുവദിക്കുന്നെങ്കിലും കൂടി നമ്മളെ ആ 1 അവർ ഉം. കോളിൽ നമുക്ക് നമ്മളെ പാരന്റ്സിന്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീലാണ്. സോ ആ ഒരു 1 അവർ കോളിൽ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഉം. ബിക്കോസ് ഇതറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് പാരന്റ്സിനോടും പറയാനുള്ളത്, ആ 1 അവർ കോളിൽ നിങ്ങൾ സ്റ്റുഡൻസിനെ അത്രയും പ്രഷർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് അവർ ഓൾറെഡി പ്രഷറിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ അത്രയും ആ ഒരു ഇതിൽ ഉണ്ടാവുക, സെൽഫ് ഡൗട്ടിൽ ഉണ്ടാവുക. സോ അവർ അത്രയും എത്രത്തോളം നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും മോട്ടിവേറ്റ് ചെയ്യുക. And ഉം. എന്തായാലും അവരുടെ കരിയറിൽ ഇതൊരു ഒന്നുമല്ല. നിങ്ങളെ 1 ഇയർ പഠിച്ചെങ്കിലും കൂടി നിങ്ങൾ എന്നും ആവാതിരിക്കത്തില്ല. നിങ്ങൾക്ക് എത്രത്തോളം വഴികളുണ്ട്, എത്രത്തോളം ഉം. ഓപ്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടും. സോ ഇത് നിങ്ങളെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ മാത്സ് പഠിച്ചു, അത്ര നന്നായി ചെയ്തു, നിങ്ങൾ അത്രയും കാൽക്കുലേറ്റീവ്ലി ഇംപ്രൂവ് ചെയ്തു, അത്രയും നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു. അത് ഉം. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് ഉം. എവിടെയും നഷ്ടപ്പെടുത്തില്ല എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് വേറെയും ഉണ്ട്. സോ ഉം. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഡിസൈർഡ് പാത്തിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ഉം. ഇപ്പം നീറ്റ് ആണെങ്കിൽ ഡോക്ടർ ആകാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സ്യൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞ് നമ്മള് നമ്മുടെ ലൈഫിലെ പകുതിയോളം ടൈം നമ്മൾ പ്രൊഫഷണൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. ആൻഡ് ആ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ വെറും 2-3 മാസം കൊണ്ടാണ്. ആ ഒരു സമയത്തിന് നമ്മൾ ടൈം എടുത്തല്ല നമ്മുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ 1 ഇയർ നമ്മുടെ അടുത്ത് ആലോചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൊസൈറ്റി നമ്മുടെ അടുത്ത് പറയും, ആ 1 വർഷം അവൻ കൊണ്ട് കളഞ്ഞു അല്ലെങ്കിൽ അവള് കൊണ്ട് കളഞ്ഞു, അല്ലെങ്കിൽ അത് ചുമ്മാ വെറുതെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു വർഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് നോർമലി +2 കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് അഡ്മിഷൻ കിട്ടണം എവിടെയെങ്കിലും. എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണോ എന്ന് പോലും നോക്കത്തില്ല, ഉടനെ അഡ്മിഷൻ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഉടനെ ഇത് വേണം അത് വേണം. അപ്പൊ ആ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലോട്ട് എത്തിപ്പെടുന്നത് വളരെ കുറച്ച് പേരെന്നാ തോന്നുന്നു എനിക്ക്, ആ ഒരു കാരണം. അതെ അതെ, അത് വളരെ ഒരു പ്രശ്നമാണ് ഇപ്പം ശരിക്കും നടക്കുന്നത്. ബിക്കോസ് പാരന്റ്സ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും ഇപ്പൊ ആ ഒരു 17-16 വയസ്സുള്ള കുട്ടികളെ മുകളിലാണ് ആ ഒരു പ്രഷർ ഇട്ടേക്കുന്നത്. ആൻഡ് അവർക്ക് ആ ഒരു ഐഡിയ വരാറായിട്ടുമില്ല. ഒന്നില്ലെങ്കിൽ അത്രയും നിങ്ങൾ അതിനോട് അത്രയും ആ ഒരു 17 വയസ്സാവുന്നവരെ അത്രയും അങ്ങ് റിസർച്ച് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ അത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. ബിക്കോസ് നമ്മുടെ ഇൻട്രസ്റ്റ് മോഡിഫൈ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഒന്നിനെ കുറിച്ച് അറിയുമ്പോഴാണ് മനസ്സിലാവുക നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. സോ ആ ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും അവർക്ക് അറിയത്തില്ല. ബിക്കോസ് അവരത് ഒരിക്കലും അതിന്റെ ഒരു ഭക്ഷണം എങ്ങനെയാണോ ടേസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റുക അത് നല്ലതാണോ അല്ലയോ എന്നുള്ളൊരു പോയിന്റ് ആണ് അവിടെ വരുന്നത്. എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രത്തോളം നിങ്ങൾ റിസർച്ച് ചെയ്യുക, അറിയാൻ ശ്രമിക്കുക. പക്ഷെ ഒരിക്കലും ലേറ്റ് അല്ല. നിങ്ങൾ ഒരു കാര്യത്തിനും ഒരു ടേണിംഗ് പോയിന്റിനും നിങ്ങൾ ലേറ്റ് അല്ല. സോ നിങ്ങൾക്ക് പറ്റുന്നതിനും ടൈം എടുക്കാം. കുറച്ച് ബാക്കോട്ട് 2 സ്റ്റെപ്പ് ബാക്ക് എടുക്കുന്നതിന് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഇപ്പോഴും നമുക്ക് പിന്നെയും ജമ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫ്രണ്ടിലോട്ട്. നമ്മൾ ഒന്ന് നമ്മുടെ സ്കിൽസിനോടും നമ്മുടെ പ്രൊഫഷൻ അലൈൻ ആയി കഴിഞ്ഞാൽ
നമുക്ക് എപ്പോഴും ഒരു ജമ്പ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ. സോ ഒരു റിപ്പീറ്റ് ചെയ്യാൻ നേരത്താണെങ്കിലും ഒരു 1 ഇയർ ചെലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൺ ഇറ്റ്സ് എ വെരി ബിഗ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എത്രത്തോളം ഏജിൽ നമുക്കൊരു കരിയർ ആണ് അത് അലൈൻമെന്റ് ആണ്. അതേപോലെ നിങ്ങൾ കോളേജിൽ വന്നിറങ്ങുമ്പോഴും കുറച്ച് ടൈം ഒരു കരിയർ ബ്രേക്ക് എടുക്കുന്നതിന് കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ കരിയർ ബ്രേക്കിൽ നിങ്ങളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം സ്വന്തം. നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾക്ക് ഇതുവരെ കണ്ടേ വെച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നതും എന്താണ് നിങ്ങൾക്ക് സ്കോപ്പ് തോന്നുന്നതും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് അലൈൻ ചെയ്യാൻ പറ്റുന്നു, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള തീരുമാനിക്കാനുള്ള സമയമായിട്ടാണ് അതിനെ കാണുന്നത്. സോ അത് നിങ്ങൾക്ക് ലോസ് ആവുന്ന ടൈം ഇല്ല, അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെയാണ് അതിനെ കാണേണ്ടത്. ഓ, അത് ശരിയാ. ആ ഒരു ബ്രേക്ക് എല്ലാ കുട്ടികളുടെ ലൈഫിലും വേണം. ആ ഒരു ഉടനെ +2 കഴിഞ്ഞ് ഉടനെ എന്തെങ്കിലും ഒന്നിൽ അഡ്മിഷൻ കിട്ടുന്നതല്ല. അവർക്ക് എന്താ വേണ്ടത്, അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months അവർ പ്രോപ്പറായിട്ട് അവരെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിക്കണം. അവർക്ക് എന്തിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. ഈവൻ അവർ റോങ് ചോയ്സ് ആയാൽ പോലും എനിക്ക് തോന്നുന്നു അവരെ പ്രഷർ ചെയ്യാണ്ട് ഓക്കെ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് ഇനിയും ടൈം ഉണ്ട്, അടുത്ത ഫീൽഡിലേക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇറ്റ്സ് ലൈക്ക് എ ട്രയൽ ആൻഡ് എറർ ഉള്ളി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതെ. മനസ്സിലാവുള്ളൂ നമുക്ക് ഏതാണ്. Yes. ആ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇവിടെയും ഇങ്ങനത്തെ ആക്ച്വലി ഒരു കൾച്ചർ. നമ്മൾ വി ജസ്റ്റ് ഹാവ് ടു കീപ് മൂവിങ്. എവിടെയാണെങ്കിലും നമ്മൾ ഒരിക്കലും വി ആർ ഫെൽ എന്നുള്ള ഫീൽ ആവരുത്. നമ്മളിപ്പോ ഒരു കരിയർ ഫേസ് നമുക്ക് വരുമ്പോഴും ഈ ജോബ് നമുക്ക് ഉള്ളതല്ല എന്നുള്ളതാണെങ്കിലും കൂടെ വി ഹാവ് ടു കീപ് മൂവിങ്. നമുക്ക് എപ്പോഴേലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരും. ഇഫ് വി ആർ മൂവിങ് നമുക്കത് ഗ്രാബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്റെ ലൈഫിലും അങ്ങനെയാണ്. ഞാൻ ആദ്യം പഠിത്തം എന്ന് വിചാരിച്ചു, പഠിത്തത്തിൽ നിന്ന് ഞാൻ സ്പോർട്സിലേക്ക് പോയി. സ്പോർട്സിൽ പിന്നെ ക്രിക്കറ്റർ കുറെ നാളായിട്ട് ക്രിക്കറ്റ് കളിച്ചു. പിന്നെ അതിൽ നിന്ന് വീണ്ടും പഠിത്തത്തിലോട്ട് വന്നു, പിന്നെ വീണ്ടും UPSCയിലോട്ട് പോയി, പിന്നെ അതാ വീണ്ടും ഞാൻ ആർട്സിലോട്ട് വന്നു, സിനിമയിലോട്ട് വന്നു. ഇങ്ങനെ കുറെ നാളായിട്ട് ഇപ്പൊ ഇതിലിങ്ങനെ നിൽക്കുന്നു. പക്ഷെ ആ ഒരു സാധനം പറയുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ പല പല ഫീൽഡ് ഇപ്പൊ ഓക്കെ നോക്കുമ്പോൾ അതെ. പറയാം, ഓക്കെ നമ്മൾ ഒന്നിലും ഇതല്ലെങ്കിൽ പോലും നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ഇപ്പൊ ആലോചിക്കും. ഗ്രാഗശ്രീ ഇപ്പൊ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞാൽ ഒത്തിരി ആ ഒരു വർഷം ഇപ്പം പാലയിൽ പോയ ഒരു ഇവോൾവ് ആയിട്ട് കാണും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവോൾവ് ആക്കണം. അപ്പൊ ഒരു ഓവറോൾ കൊണ്ട് നമ്മൾ ഒത്തിരി നമ്മൾ മാറുമല്ലോ. അപ്പൊ ആ ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത് എത്ര പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും വേർത്തിട്ടാണ് ആ ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതെ, എല്ലാം നമുക്കൊരു എവല്യൂഷൻ തന്നെയാണ്. നമ്മൾ ഏതൊരു സിറ്റുവേഷനും നമ്മളെ ഉം. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ട് എവിടെ പോയാലും. ഉം. അപ്പൊ ഈ ഇവിടെ എങ്ങനെയായിരുന്നു ഇവിടെ നമ്മുടെ കേരളത്തിൽ പഠിച്ചു, അല്ലെങ്കിൽ KVയിൽ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് പാലയിൽ പോയി, അത് കഴിഞ്ഞിട്ട് IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയുണ്ട് ഇവിടത്തെ പഠിത്ത രീതിയും പിന്നെ IIT ബോംബെയിലെ എഡ്യൂക്കേഷനും കാര്യങ്ങളും, എങ്ങനെയാ ഒരു ഡിഫറൻസ് തോന്നിയേ? സോ IIT ബോംബെ ആക്ച്വലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ഓപ്ഷൻ ആണ്. ബേസിക്കലി നമ്മളെ കരിയർ ഡെവലപ്മെന്റും നമ്മളെ പല രീതിയിലും നമുക്കൊരു എക്സ്പോഷർ തരുന്ന ഒരു സ്ഥലമാണ് ബേസിക്കലി ഞാൻ അതിനെ കാണുന്നത്, ആ കോളേജിനെ കാണുന്നത് മെയിൻ ആയിട്ട്. ഉം. ബിക്കോസ് എല്ലാ ഫീൽഡിലും അവിടെ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റും ഇപ്പൊ ഞാൻ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കൂടെ എന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള പലവർക്കും പല ഇൻട്രസ്റ്റ് ആണ്. സോ 230 പിള്ളേരാണ്, അവരെല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് അവരെല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആണ് അവരുടെ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട്. സോ ആ ഒരു കൾച്ചർ, ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് അവിടെ ഡാൻസ് ആണെങ്കിലും ഡാൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട് അവിടെ. അതേപോലെ കുറെ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആണെങ്കിൽ അത്രയും നല്ല രീതിയിൽ ഇന്റർ IITs നടത്താറുണ്ട്. സോ എല്ലാ ആക്ടിവിറ്റീസും അത്ര അറ്റ് ദ പീക്ക് ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് കോമ്പറ്റീഷനും അത്രയും അറ്റ് ദ പീക്ക് ആണ് എല്ലാത്തിലും. എല്ലാത്തിനും അതിൻ്റെതായ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. സോ ആ ഒരു കോമ്പറ്റേറ്റീവ്നെസ്സിൽ നമ്മൾ നമുക്കുള്ള ഒരു പൊസിഷൻ ആണ് അവിടെ ചൂസ് ചെയ്യുന്നത്. ഓരോ രീതിയിൽ നമ്മളുടെ കരിയർ അലൈൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ട് നമ്മൾ നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു വിത്ത് ദി അതേഴ്സ്. ബാക്കിയുള്ളവരും ഡെവലപ്പ് ആവും, നമ്മളും ഡെവലപ്പ് ആവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കൾച്ചറാണ് അവിടെ വരുന്നത്. എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റിലുള്ള രീതിയിലാണ് എഡ്യൂക്കേഷൻ സ്റ്റൈലും അവിടെ ഉള്ളത്. ഓവറോൾ ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. ഓഡിയൻസിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. IIT ബോംബെയിലെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നല്ലേ? വാവ്, അത് ആ ഒരു എക്സ്പീരിയൻസ് അത് എങ്ങനെയാ, ലൈക്ക് ആദ്യമേ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലീഡർ ആസ് എ പേഴ്സൺ പണ്ടേ ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണോ, അതോ അവിടെ ചെന്നിട്ട് ഉണ്ടായി ഉള്ള ഒരു ഇതാണോ? സോ നമുക്ക് ഇനീഷ്യലി ഒരു ഓൺലൈൻ സെം ആയിരുന്നു. കോവിഡിലാണല്ലോ ജോയിൻ ചെയ്തത്. സോ ആ. ഓൺലൈൻ സെം തുടങ്ങി. സോ എല്ലാവരും സ്ക്രീനിന്റെ ബാക്കിലാണ്, നമ്മളാരും ഫേസ് ടു ഫേസ് ആരെയും കണ്ടിട്ടില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബാക്ക് സ്പേസിനെ ഒക്കെ അറിയാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്
ഞാൻ ശരിക്കും അതിനെ കണ്ടിട്ടാണ് രീതിയിൽ ഞാൻ തുടങ്ങിയതല്ല. അപ്പൊ എനിക്ക് ആ ഒരു 1 ഇയർ എക്സ്പോഷർ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രോബ്ലം അറിഞ്ഞും കാര്യങ്ങളും ഒരു കണക്ഷനും എല്ലാം കൊണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലീഡർഷിപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിലും ഞാൻ സ്കൂൾ ക്യാപ്റ്റൻ ആയിരുന്നു ആക്ച്വലി. അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു താല്പര്യവും ഇതും കൂടെ കൂട്ടിയിട്ടാവുമ്പം കുറച്ചും കൂടെ ആ ഒരു ഓൺലൈൻ സെമ്മിൽ എല്ലാവരും അറിയാൻ, പ്രൊഫസേഴ്സിനോടും അത്യാവശ്യം ഇന്ററാക്ട് ചെയ്യാൻ, നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോബ്ലം പ്രൊഫസേഴ്സിനോടും, പ്രൊഫസേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം സ്റ്റുഡൻസിനോടും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് എല്ലാത്തിനോടും. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ അതങ്ങ് 4 ഇയറിലോട്ട് കണ്ടിന്യൂ ആയിന്നേ ഉള്ളൂ. അതങ്ങ് 4 ഇയറിലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസിലോട്ട് വന്നു. അങ്ങനെയായിരുന്നു ഒരു ജേർണി. എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു IIT ബോംബെ ലൈഫിൽ? ഈ വർക്ക് കാരണം എക്സോഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സോഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അങ്ങനെയെങ്കിലും ഒരു എക്സോഷൻ പോയിന്റ് ആയി ആ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടോ? പിന്നെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാ ആ ഒരു ഇന്ന് പുറത്തു വന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ലേണിംഗ് ഉണ്ടോ? സോ അങ്ങനെ പറയുമ്പം ആക്ച്വലി കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ടൈമാണ് നമുക്ക് ഉം. കോളേജ് ലൈഫ് എന്ന് ഉം. പറയുമ്പോൾ. ബിക്കോസ് നമ്മൾ ഉം. ഫസ്റ്റ് ടൈം ഫുള്ളി സെപ്പറേറ്റഡ് ഫ്രം പാരന്റ്സ് ആണ് ആ സമയത്ത്. ആ 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സപ്പോർട്ടിന് ആ സമയത്ത് നമുക്ക് ഫ്രണ്ട്സ് ആണ് കൂടുതലും വാല്യൂബിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഉം. പാരന്റ്സിനോട് എത്രത്തോളം അവിടുത്തെ സറൗണ്ടിങ്സ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു ലിമിറ്റേഷൻസ് വരും ആ സമയത്ത്. സോ ഉം. ഓവറോൾ നമ്മളെ ആസ് സീൻ, നമ്മളെ സീൻ ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട്സിലൂടെയാണ്. സോ ആ ഒരു ടൈമിൽ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്ക് ഫ്രണ്ട്ഷിപ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു നമ്മൾ ഐസൊലേറ്റഡ് ആണോ എന്നുള്ളൊരു തോന്നലുകൾ, അങ്ങനത്തെ കുറെ ഡിപ്രസിങ് തോട്ട്സ് ഒക്കെ ഓരോ സമയത്ത് ഓരോരുത്തർക്കും വരുന്ന ഒരു ഫീലാണ്. ബിക്കോസ് ആ 4 ഇയേഴ്സ് നമ്മൾ ഐസൊലേറ്റഡ് ആവാൻ ഫീൽ ആയിപ്പെടാം ചില സിറ്റുവേഷൻസിൽ. പക്ഷെ അത് നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ഫീല് അവർ വരുത്തും. അങ്ങനെ ഓരോ സമയങ്ങൾ ഓരോ ജേർണി ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. കാരണം ശരി, എനിക്കൊന്നും തോന്നുന്നു. കാരണം നമ്മൾ അധികം പാരന്റ്സിന്റെ അടുത്തും ആ വിഷമങ്ങൾ ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാൽ പാരന്റ്സിനും വിഷമാവൂലേ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്തും പറയാൻ പറ്റത്തില്ല. അപ്പൊ കുറെയൊക്കെ നമ്മൾ തന്നെ അകത്ത് സപ്രസ് ചെയ്ത് വെക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു. ഞാനും ചില സമയത്ത് ഫുൾ കരച്ചിൽ വന്ന് ഒരു പോയിന്റിൽ നമ്മൾക്ക് ഇതൊക്കെ നടക്കുമെന്നൊരു തോന്നല് വരും. ആൻഡ് ആ ടൈമിൽ ചില സമയത്ത് വെറുതെ ചുമ്മാ 3 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കും. പക്ഷെ നമുക്കത് പറ്റില്ല, നമുക്ക് അറിയായിരിക്കും. നമ്മൾ എന്നാലും നമ്മളെ പ്രഷർ ചെയ്തിട്ട് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ ഞാൻ ആ ദിവസം ഒരു 3 മണിക്കൂർ, 3 മണി വരെ രാവിലെ ഇരുന്നിട്ട് പിന്നെ വീണ്ടും അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിൽ പോകാനുള്ളതാ. അങ്ങനെ ഞാൻ ആ ദിവസം ഉറങ്ങാണ്ടിരുന്ന് പിന്നെ അടുത്ത ദിവസം രാവിലെ ക്ലാസ്സിൽ പോകുമ്പോൾ ആ ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധിക്കാനും പറ്റത്തില്ല. പിന്നെ അതിനെന്താ കാര്യം ഉണ്ടായിരുന്ന ഇരുന്നതില്? വേസ്റ്റ് ആണ് ആക്ച്വലി. സോ നമുക്ക് ഉള്ള ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാനുള്ള ഒരു പോയിന്റിലേക്ക് വരണം. പക്ഷെ ഇതൊന്നും ആ റിയലൈസേഷൻ ഉണ്ടാവില്ല. നമ്മൾ അത്രയും പ്രഷർ ഫീൽ ചെയ്യുന്ന സമയത്ത് പല രീതിയിലെ റോങ് ഡിസിഷൻസ് എടുക്കും നമ്മള്. പല രീതിയിൽ നമ്മളെ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു, ഞാൻ ലൈക് ഡോക്ടേഴ്സ് ഇപ്പൊ പറയുന്ന ഒരു സംഭവമാണ്, ഈ ഇത്രയും സ്ട്രെസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ ഫീമെയിൽസിൽ PCOS, PCOD പോലത്തെ പ്രശ്നങ്ങളും കൂടുതലും വരുന്നത് ഇങ്ങനത്തെ ആ ഒരു സ്ട്രെസ്സില് നമ്മൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ഓ. സോ അത് നമ്മളെ എങ്ങനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ആ ഒരു ടൈമിൽ സ്ട്രെസ് വരുന്നു, എടുക്കുന്നു. ബട്ട് നമ്മളത് ലൈഫ് ലോങ് ഓരോ രീതിയിലും നമ്മളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തേക്കാം. സോ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്ന സംഭവമില്ലേ, സ്ട്രെസ് ഈറ്റിംഗിൽ വരുമ്പോൾ നമ്മൾ ഓരോ ഐസ്ക്രീമും ചോക്ലേറ്റ് എടുത്ത് കഴിക്കും. കൂടാതെ നമ്മളെ സ്ട്രെസ് ഓൾറെഡി നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. എന്തായാലും ഡിന്നർ കഴിക്കുന്നില്ല, ഇന്ന് വിശക്കുന്നില്ല, പഠിക്കണം, അങ്ങനെ പല രീതിയിലും പല കാര്യങ്ങളും ഓരോരുത്തർ ചെയ്യും. സോ അതിന് മെയിൽസിലും അതേ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടാവും വേറെ പല രീതിയിലും. പക്ഷെ ഫീമെയിൽസിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവർക്ക് PCOD, PCOS എന്നുള്ള രീതിയിൽ അതങ്ങ് മാറും. ആ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. സോ നമ്മൾ ഇപ്പൊ അത് നമ്മുടെ ഒത്തിരി ഹെൽത്തിനെ, കോമൺ, ഇപ്പൊ അത് ഒത്തിരി കോമൺ എന്ന് ഞാൻ അത് കേട്ടിട്ടുണ്ട്. ശരിക്കും ഭയങ്കര കോമൺ ആണ്. അപ്പോൾ നമ്മൾ അത്രയും റിയലൈസ് ചെയ്യുന്നില്ല എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും എന്നുള്ളത്. ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ എന്തായാലും നടക്കത്തുള്ളൂ. അതുകൊണ്ടും കൂടി ഞാൻ ശരിക്കും ഇവിടെ ഇപ്പൊ പറ്റാവുന്ന രീതിയിലൊക്കെ എല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിൽക്കാറ്. ജിംനാസ്റ്റിക്സ് ആയിട്ടും പിന്നെ സ്വിമ്മിങ്ങിന് പോക്ക്, ബാഡ്മിന്റൺ, എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനൊക്കെ ചുമ്മാ നിൽക്കുന്നതും അത് എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ ചുമ്മാ ആണെങ്കിലും ഒരു ഹെൽത്തി റൊട്ടീൻ ഉണ്ടാവണം എന്നുള്ള രീതിയിലും കൂടിയാണ്. ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെങ്കിൽ ഇപ്പം വീടിന്ന് പുറത്താണ്. അപ്പൊ വീട്ടിലെ ഫുഡൊന്നും എന്തായാലും കിട്ടത്തില്ല നമുക്ക്. സോ ഫുഡ് മാക്സിമം കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ പറ്റാത്തപ്പോ ഒക്കെ എന്താണെന്നുള്ള രീതിയിലും ആ ഒരു മാക്സിമം പ്രോട്ടീൻ ഡയറ്റ് ഉള്ള രീതിയിൽ ഫോളോ ചെയ്യാൻ വാവ്. ശ്രമിക്കാറ്.
അല്ലെങ്കിൽ ഇപ്പൊ നമുക്കിപ്പം ബാംഗ്ലൂരിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടും പുറത്തുനിന്ന് കഴിക്കുന്ന സ്വഭാവം വരും. അപ്പൊ അതിൽ ഉം. എന്തൊക്കെ ഓയിൽസ് ഉണ്ടെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഫുഡ് ഐറ്റം കഴിക്കുമ്പോഴും നമ്മളിപ്പം വർക്ക് പ്രഷർ ആണ്, ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാ പോകുന്നത്, സോ ഐ ഡിസേർവ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഏതേലും ഇവിടെ കഴിയും നമ്മളിപ്പം എന്തേലും റാൻഡം ഫുഡും ലൈക്ക് ഓയിലി ഫുഡ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഈറ്റിംഗ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ പറയാം അതിന്. ആ ഒരു ടൈപ്പിലെ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് നെഗറ്റീവ്ലി നമ്മളെ ഹെൽത്തിന് ഇമ്പാക്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. 60 ഇയേഴ്സ് വരെ ജീവിക്കേണ്ട ഒരാള് 55 ആയിട്ടോ അല്ലെങ്കിൽ അതിലും ഏർലി ആയിട്ടും ഏഹ് ഓരോ രീതിയിലും എഫക്ട് ചെയ്യുന്നുണ്ട് അത് ശരിക്കും. സോ ഹെൽത്തിന് ആക്ച്വലി ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ ശരിക്കും. ആ ഒരു പിൻ- റിയലൈസേഷൻ വരുന്നത് നമുക്ക് പുറത്തിറങ്ങുമ്പോഴാണ്, ശരിക്കും പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ്. അതും അവയർനെസ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി അവയർ ആണ്. അത് എത്രത്തോളം നമ്മൾ അതെ. നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അറിയാം ഈ കറക്റ്റ്. കാര്യങ്ങളെല്ലാം, ഇപ്പോഴത്തെ ഡയറ്റ്, ശരിയാ. എക്സസൈസ്, അതിനെ റൊമാൻറ്റിസൈസും ചെയ്യും. ശരിയാ. ചിലരാണെങ്കിൽ ജസ്റ്റ് ഉം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് രാവിലെ ഞാൻ എണീക്കുന്നു കഴിക്കുന്നു. ബട്ട് ഉം. ഓവറോൾ ഉം. ഉം. നോക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ബാഡ്. അതും അതെ. എസ്പെഷ്യലി ഇതുപോലെ വലിയ വലിയ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകുമ്പോൾ നമുക്ക് അത്രത്തോളം നമുക്ക് സ്ട്രെസ്സും മെന്റൽ പ്രഷറും എല്ലാം വരും. അപ്പൊ ആൾക്കാരെല്ലാം നോക്കുന്നത് പെട്ടെന്നുള്ള സ്ട്രെസ് റിലീഫ് ഉണ്ട്. അല്ല, ഏറ്റവും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കറക്റ്റ്. ഉള്ളത് ഒന്ന് ടൊബാക്കോ യൂസ് ആണ്. ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലീഫും ആൽക്കഹോൾ സ്ട്രെസ്. കൺസംഷൻ ആയിരുന്നാലും. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നെങ്കിൽ ആലോചിക്കും, ഒരു സമയത്ത് ആലോചിക്കുമ്പോൾ ഇത്രത്തോളം നമ്മൾ പാഷന് വേണ്ടി വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ആലോചിക്കും നമ്മുടെ ഹെൽത്ത് തന്നെ കൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ലൈഫിൽ എന്ത് നേടാൻ വേണ്ടിയാ. നോ പോയിന്റ് ശരിക്കും. നോ ഉം. പോയിന്റ്. കുറെ പേർക്ക് അങ്ങനെ ഡ്രഗ് അബ്യൂസ് അല്ലെ ലൈക്ക് ആൽക്കഹോൾസ് ആൻഡ് സ്മോക്കിംഗ് ഉള്ള ശീലം പലവർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാംഗ്ലൂരിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഫീസസിലെ സ്ഥിരം കാഴ്ചയാണത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബീച്ചിലെ സുട്ടാ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട്, ചായ സുട്ടാ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെടുക്കാൻ പോകും. സോ കൈൻഡ് ഓഫ് ഉം. സ്മോക്കിംഗ് ആൻഡ് ഇതിനൊരു ശീലാക്കി മാറ്റിയേക്കാണ് അവര്. ദേ ആർ തിങ്കിങ് ദാറ്റ് അവര് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയും ഏൺ ചെയ്യുന്നുണ്ട്, സോ ദർ ഇസ് നത്തിങ് റോങ്, ദേ ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ്. ബട്ട് നിങ്ങളെ നെഗറ്റീവായിട്ട് എത്രത്തോളം ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് അതും കൂടെ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ്. കൈൻഡ് വേണമെന്നുള്ളതാണ്. ഓഫ്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ, ഇപ്പൊ ഇത്രയും നാൾ പഠിത്തത്തിൽ നിന്ന് ഇപ്പൊ ഒരു ജോബ്, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? സോ ആക്ച്വലി എനിക്ക് ക്യാമ്പസിന് വരുമ്പോഴേ ഉള്ളൊരു ഫീൽ ആയിരുന്നു ഈ ഒരു നല്ല ക്യാമ്പസ് പ്ലേസ് എന്ന് പറയുമ്പോൾ. ക്യാമ്പസ് ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ ഐ ടി ബോംബെ എന്ന് പറയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ. ഇപ്പം ബോട്ട് ആണെങ്കിൽ ലൈക്ക് ബോട്ട് ഹൗസ് ഉണ്ട് നമുക്ക് അവിടെ ലേക്ക് സൈഡ്. ഓ. സോ ആ ലേക്ക് സൈഡ് അവിടെ ഒരു ഹില്ലുണ്ട്, സമീർ ഹിൽ. സോ നമുക്കൊരു ഫ്രീ ടൈമിലൊക്കെ അവിടെ പോയി ഇരിക്കാനും ഒന്ന് ഒന്ന് നമുക്ക് സ്മോൾ ട്രക്ക് ചെയ്യണം തോന്നുമ്പോൾ സമീർ ഹില്ലിൽ പോവാനും, അങ്ങനെ പല രീതിയിലും നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഫുൾ സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ, ജിംഖാന, ഗ്രൗണ്ട്. സോ അങ്ങനെ എല്ലാം ഉള്ള ഒരു ഏരിയയിൽ 4 ഇയേഴ്സിൽ ആ സമയം അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്നായിരുന്നു നമുക്ക് കോളേജ് തീരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഫീല്. സോ കൂടാണ്ട് 1 ഇയർ കോവിഡ് ആയതുകൊണ്ടും ആ ഒരു ഫുൾ യൂട്ടിലൈസ് ആയിട്ടും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ അത് കഴിഞ്ഞ് ഞാൻ പ്ലേസ്മെന്റ് കിട്ടി ഇവിടെ വന്നപ്പോഴും എനിക്ക് ഫസ്റ്റ് തോന്നിയത് ഇതെനിക്ക് ആ എനിക്ക് ഇൻകംപ്ലീറ്റ് ആയി പോയ പാർട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു ടൈമായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൗൺഷിപ്പ് ഫെസിലിറ്റി ഉണ്ട്. JSWയുടെ തന്നെ ഞാനിപ്പോ നിൽക്കുന്നത് വിജയനഗർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആണ്. ഹംപിയുടെ അടുത്തായിട്ടാണ് വരിക. സോ ഈ ലൊക്കേഷനിൽ ഇവർക്ക് ഫുൾ ടൗൺഷിപ്പ് തന്നെ ഉണ്ട്. സോ ഈ ടൗൺഷിപ്പ് ഫെസിലിറ്റിയിൽ എനിക്ക് കോളേജിൽ കിട്ടിയ പോലെ തന്നെ ഒരു ഫുൾ സ്പോർട്സ് ഫെസിലിറ്റി, സ്പോർട്സ് കോംപ്ലക്സ് ഏരിയ. സോ നമുക്ക് വേണ്ട എല്ലാ സ്പോർട്സും അവിടെ ഉണ്ട്, ഫെസിലിറ്റീസ് വേണ്ട എന്തിനാണോ പോണ്ടേ, സ്വിമ്മിങ് ആയാലോ ബാഡ്മിന്റൺ ആയാലോ സ്ക്വാഷ് ആയാലോ എല്ലാത്തിനും അവിടെ തന്നെ ഫെസിലിറ്റീസ് ഉണ്ട്. സോ അതിനാണെങ്കിൽ അവിടെ പോവാം. ആൻഡ് ഈ ടൗൺഷിപ്പ് ഏരിയ ഫുൾ ഗ്രീൻ ആണ്, ഞാൻ പറഞ്ഞ പോലെ ടെമ്പിൾ ആയിട്ടും അതിനുള്ള ഒരു ലേക്ക്, ഇവിടെ തന്നെ 2 ലേക്സ് ഉണ്ട്. സോ അതൊക്കെ ഉം. അതിന്റെ ഉള്ളിൽ തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കലാധാം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ ഏരിയ, പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ പാർക്സും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ടൗൺഷിപ്പിൽ ഒരു റിലാക്സിങ് ഫീൽ ആണ്. ടൗൺഷിപ്പ് കൾച്ചർ ഭയങ്കര ഇതാണ്. ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ടൗൺഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ ആക്ടിവിറ്റീസ്. ദിവാലി ആണേറ്റും എന്ത് ഇവന്റ് ആണെങ്കിലും പ്രോപ്പർ ഗ്രാൻഡ് ആയിട്ടാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറ്. ഏതായാലും അത് കൊള്ളാം. കാരണം ആ ഒരു 9ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് തൊട്ട് അവര് അക്കാഡമിക്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് IIT ബോംബെയിൽ അതുപോലെ തന്നെ ക്ലാസ് റെപ്രസെന്റേറ്റീവും ഒത്തിരി ടീമിന്റെ ഒക്കെ കാര്യങ്ങൾ പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ജോബിലും വന്നിട്ട് ആ ഒരു ഇറ്റ്സ് ലൈക്ക്
ചിലര് അവരെ തന്നെ പറഞ്ഞു നോക്കി, ഞാൻ ഓക്കെ ആ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ മൊത്ത സമയം കമ്പ്യൂട്ടർ ഫ്രണ്ട് ഇരിക്കും, മൊത്ത സമയം വർക്ക് ചെയ്യേണ്ടി വരും, എനിക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയമില്ല. എനിക്ക് അത് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും, ആ ഒരു നമ്മൾ എത്രത്തോളം ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. കാരണം അവർ വിചാരിക്കും ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സോഷൻ, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസിലോട്ടും പോകുന്നില്ല. അപ്പൊ ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു സാധനത്തിന് പ്രൂവ് ചെയ്തു. ലൈക്ക് ചേച്ചിയുടെ ലൈഫ് തന്നെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സാധനം പ്രോപ്പർ ബാലൻസ് ആണ്, അന്നും ബാലൻസ് ആണ്, ഇന്നും ബാലൻസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും, ആ ഒരു സംസാരത്തിൽ ആ ഒരു ബോൾഡും ആ ഒരു കോൺഫിഡൻസും എനിക്ക് തോന്നുന്നു അത് ഒത്തിരി നമ്മളെ ഓവറോൾ നമ്മളെ ഡെവലപ്പ്. കാരണം സ്പോർട്സ് നമ്മുടെ ഓവറോൾ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ബൂസ്റ്റ്. ഒത്തിരി അതെ. ബൂസ്റ്റ് ചെയ്യും. ഈവൻ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു, ഒരു ആർട്ടിക്കിളിലും പറഞ്ഞായിരുന്നു, നമ്മൾ എറോബിക് ആക്ടിവിറ്റീസ് എന്ത് നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോപ്പ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം അത് കുറയ്ക്കും. അപ്പൊ ഈ IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇപ്പൊ ഒത്തിരി സ്ട്രെസ്സും ആൻസൈറ്റി അനുഭവിക്കുന്ന ഒത്തിരി പിള്ളേർ കാണുമല്ലോ. കാരണം ഒത്തിരി പിള്ളേർ ആ ഒരു ലൈഫിൽ പോകുന്ന ഒരു ഇതാണല്ലോ. കാരണം പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഫ്രണ്ട്സ് സർക്കിൾ, അങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അറ്റ് എനി പോയിന്റ് എല്ലാവരും ഫീൽ ചെയ്തിട്ടുണ്ട് ആ സ്ട്രെസ്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് കുറെ പേർക്ക് അത് കുറെ ഡെപ്തിൽ ഉണ്ടായി, കുറെ ഡീപ്പ് ആയിരുന്നു, ആൻഡ് കുറച്ച് പേർക്ക് ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അത്. ബട്ട് കുറെ പേർക്ക് അത് ലൈക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് പ്രഷർ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് ഫീൽ ആണ് അത്. ഒരു പോയിന്റിൽ നമ്മൾ പുതിയ ന്യൂ ഏരിയ ആണ്, ഭയങ്കര കോമ്പറ്റേറ്റീവ്, ബിക്കോസ് IIT എന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ഏരിയ ആണ്. ഓൺലി ടോപ്പ് പീപ്പിൾ ആണ് അവിടെ ഉള്ളത്. സോ ആ ഒരു കോമ്പറ്റീഷനിൽ അറ്റ് സം പോയിന്റ് എല്ലാവർക്കും ഒരു സ്ട്രെസ് ഉണ്ടാവും. ബിക്കോസ് അതുവരെ 12th വരെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്ട് ടോപ്പർ അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തരും വരുന്നത് അവിടെ. സോ അവർ അത്രയും കോമ്പറ്റീഷൻ കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാംസിലും ടോപ്പ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഇത്രയും ടോപ്പേഴ്സിന്റെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ മാർക്ക് കുറഞ്ഞേക്കാം ആ ഒരു ടൈമില്. ആൻഡ് ഓൾസോ നമ്മൾ നമ്മുടെ കരിയേഴ്സ് ബാക്കിയുള്ള രീതിയിലും പെർസ്യൂ ചെയ്യുന്ന സമയമാണ്. സോ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുമ്പം നമ്മൾ ഇത്രയും കാലം ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡോപ്പമീൻ ഇല്ലേ, നമ്മുടെ ഒരു ടോപ്പായിരുന്ന ഒരു ഡോപ്പമീൻ, ആ ഒരു ടൈപ്പ് ഓഫ് സംഭവം നമുക്ക് പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ലോ ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ ആ ലോ ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കുറെ പേർക്ക് ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രോത്ത്. സോ നമ്മൾ ആ ടൈമിൽ റിയലൈസ് ചെയ്യും ഇതൊന്നും അല്ല ലോകം എന്നുള്ള ഒരു രീതിയില്. സോ ഇതൊന്നും അല്ല, ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. സോ നമുക്കിതൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. നമ്മൾ ഓവറോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ തന്നെ ഫീൽ ചെയ്യേണ്ടത്, എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എക്സാംസോ മാർക്സോ ഒന്നും അല്ല. ബിക്കോസ് കരിയർ ഗ്രോത്തിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് കരിയറിലും ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു ഓവറോൾ ഫീൽ ആണ് അവിടുന്ന് ഉണ്ടാവുന്നത്. ചേച്ചിയുടെ ലൈഫിൽ എങ്ങനെയായിരുന്നു ഇപ്പോ ഒരു ഇൻസിഡന്റ് മേജറായിട്ട് എന്തെങ്കിലും ഒരു സാഡ്നെസ് വന്നു, അപ്പൊ ഇന്ന് ഓക്കെ എനിക്ക് ഉം. പഠിക്കാതിരിക്കുമ്പോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും ആ ഒരു തോട്ട്സ് വരുന്നുണ്ട്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ ആ ഒരു സാധനത്തിനെ ചേച്ചി എങ്ങനെയാ കണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്തേ? ഉം. അതെനിക്ക് തോന്നുന്നു ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരുന്നു എന്റെ റെസ്പോൺസും ഉണ്ടായിരുന്നത്. ലൈക് ചില ഉം. ടൈമിൽ സാഡ് ആണ്, ഓക്കെ സോ ലെറ്റ്സ് ജസ്റ്റ് ഗിവ് മൈസെൽഫ് സം ടൈം എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാം പോസ് ചെയ്യും. ഓവറോൾ ഉം. എല്ലാത്തിനും ഒരു ബ്രേക്ക് കൊടുത്തിട്ട് സ്വന്തത്തിന് കുറച്ച് ടൈം കൊടുക്കുക. സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ഫുൾ ഒരു റൊട്ടീൻ ലൈഫ് ആകുമ്പോൾ നമുക്ക് ചില സമയത്ത് അങ്ങനെ തോന്നും. ഫുൾ ഒരു ഉം. ഭയങ്കര ബിസി ഷെഡ്യൂൾ, ഭയങ്കര റൊട്ടീൻഡായി പോകുമ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണമെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാകും. സോ ആ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ട്രൈ എന്താണ് എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എല്ലാവരുമായിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ തോന്നിപ്പോവാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യരുത് എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്. നമുക്ക് ആ ഉം. ഒരു ടൈമിൽ നമ്മൾ എത്ര ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഓവർ തിങ്ക് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ എത്തും. അപ്പൊ ഉം. ആ സമയത്ത് ചില സമയം ഇൻട്രോസ്പെക്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഭയങ്കര അങ്ങ് ഓവർ തിങ്ക് ചെയ്താൽ നമ്മളെ കൺട്രോളിൽ നിന്ന് പുറത്താക്കും. അത് നമ്മളെ കൈൻഡ് ഓഫ് ആ ഒരു ഡിപ്രഷനിലോട്ട് തന്നെ എത്തിക്കും ചിലപ്പോൾ. സോ അത് ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിൽ നമുക്ക് ആരാണോ അത്രയും ക്ലോസ്, നമുക്ക് ആരുമായിട്ടാണ് ഷെയർ ചെയ്യാൻ പറ്റിയത് അവരെ കണക്ട് ചെയ്യുക. നമുക്കിപ്പോ ലോ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ആ സമയത്ത് നമ്മൾ വേറെ ആക്ടിവിറ്റീസിലോട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ എനർജി ബൂസ്റ്റ് കിട്ടുന്ന ടൈപ്പിൽ എല്ലാവരുമായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്ത്, ഡാൻസ് ആണെങ്കിൽ ഇപ്പം ചില സമയത്തൊക്കെ ഞാൻ ചുമ്മാ റൂമിൽ വെറുതെ പാട്ട് വെച്ച് ഡാൻസ് കളിക്കും. സോ ആ വാവ്. ഒരു ഹാപ്പിനെസ് ആണ്, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നതോടെ കുറച്ചൊരു ഡിഫറെന്റ് ഫീൽ ആണ്. ആ ഒരു മൊത്തം ബ്ലോക്ക് നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു ബ്ലോക്ക് ഇല്ല, അത് അങ്ങ് മാറിക്കിട്ടും.
അത് ശരിയാ. നമ്മള് ആ ഒരു ഇതിനായിട്ട് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ചേച്ചി ഐസറിൽ ചെയ്ത ഒരു സിമ്പിൾ സാധനം. ചേച്ചിക്ക് എന്തൊക്കെ സ്ട്രെസ് വന്നിരുന്നാലും ചേച്ചി എന്നൊരു ഐസ്ക്രീം കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരമായിട്ടുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ വിഷമങ്ങളെല്ലാം മാറും. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതെ, ഇത് കൈൻഡ് ഓഫ് എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ആയി മാറിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റില്. നമ്മളൊരു പോയിന്റിൽ എനിക്കൊരു കൈൻഡ് ഓഫ് ഒരു സമ്മേഴ്സിൽ കോള കുടിക്കുന്ന ശീലമായി വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രെസ് വരുന്നു, അപ്പോ ഒരു സമ്മറിൽ വൺ ഡേ വൺ കോള എന്ന രീതിയിലായി പോയി. പിന്നെയാണ് എനിക്ക് റിയലൈസേഷൻ ആയത്, ഇപ്പൊ ഒരു വൺ സമ്മർ എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് 30 ഡേയ്സ് കൂടുതലായി ഞാൻ ഡെയിലി കോള കുടിക്കുകയാണ്, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള തോന്നൽ വന്ന് ഞാൻ വേറെ സംഭവത്തിലോട്ട് മാറി. ഐസ്ക്രീമും കോളയും ആ സമയത്ത് കൈൻഡ് ഓഫ് കണ്ടിന്യൂസ് ആയിരുന്നു. ബട്ട് ഇതൊക്കെ ശാശ്വതമല്ല കൈൻഡ് ഓഫ്, എനിക്ക് തോന്നുന്നത് അതൊരു സ്ട്രെസ് ഈറ്റിംഗ് ഡിസോർഡറിലൊക്കെ മാറിപ്പോകാം. അപ്പൊ നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്യേണ്ടത് അത് അവോയ്ഡ് ചെയ്യാനാണ്. ബട്ട് ബട്ട് സ്മോൾ അറ്റ് സം പോയിന്റ് നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമല്ല അതൊന്നും. പിന്നെ അതൊരു ശീലമാവാൻ പാടില്ല. പിന്നെ എപ്പ സ്ട്രെസ് വന്നാലും അതെ പിന്നെ ആ അതെ ഒരു ഇതിലോട്ടാവാൻ പാടില്ല. അതെ, ഓക്കെ. അത് ശരിക്കും ഒരു സ്ട്രെസ് ഡിസോർഡർ തന്നെ പറയും അതിനെ. നമ്മൾ എങ്ങനെ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ അതൊരു ഡിസോർഡറായി മാറും. So അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഗിൽറ്റ് ഫീൽ ചെയ്യരുത് ഒരിക്കലും. നമ്മൾ അതിന് അത് ചെയ്യുന്നതിനോട് ഒരു ഗിൽറ്റ് ഉണ്ടാവാനും പാടില്ല.